നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുമ്പോൾ നേമത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ്റെ പത്രിക അംഗീകരിച്ചു. പറവൂരിൽ VD സതീശിൻ്റെയും പത്രിക അംഗീകരിച്ചു. കുന്നത്തൂരിലെ LDF സ്ഥാനാർത്ഥി കോവൂർ കുഞ്ഞുമോൻ്റെ 2 പത്രികകളും സ്വീകരിച്ചു. ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണൻ്റെ പത്രികയും സ്വീകരിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വീട്ടിലല്ല ജനങ്ങൾ തെരുവിലിറങ്ങി ചോദ്യം ചോദിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. നാട് മുഴുവനും വ്യഭിചരിച്ചു നടന്നവനെ കൂടെ നിർത്തിയ ആളാണ് പ്രതിപക്ഷ നേതാവെന്ന പരാമർശം ചേരുക മുഖ്യമന്ത്രിക്കെന്നും സതീശൻ കുറ്റപ്പെടുത്തി. CPM BJP ഡീൽ ആരോപണത്തിൽ VD സതീശന് മറുപടിയുമായി മുഖ്യമന്ത്രി. AKG പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോൾ കോൺഗ്രസിനും RSSനും ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ അവസരമുണ്ടാക്കിയത് കോൺഗ്രസ് എന്നും പിണറായി വിമർശിച്ചു. സർക്കാരിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രചരണം നടത്താൻ കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അവകാശ പോരാട്ടം നടത്തിയ ആശമാരോട് പ്രതികാരം ചെയ്യുന്ന സർക്കാരിനെതിരെ വിധി എഴുതണമെന്ന ആവശ്യം ഉന്നയിച്ചായിരിക്കും പ്രചാരണം. സമരങ്ങളിലൂടെ നേടിയെടുത്ത തങ്ങളുടെ അവകാശങ്ങൾ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്നും അവർ ആരോപിച്ചു. CPM ഭരണസമിതിക്ക് കീഴിലുള്ള അടൂർ സർവീസ് സഹകരണ ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേടുകളിൽ പ്രതിഷേധം ശക്തം. ബാങ്ക് പ്രസിഡന്റായിരുന്ന പൊൻതാമരപിള്ള നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകർ സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിർബന്ധമാക്കരുതെന്ന് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. പള്ളികളിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് പള്ളി കമ്മിറ്റിയാണെന്നും ശബരിമല യുവതി പ്രവേശന കേസ് പരിഗണിക്കുന്ന സുപ്രീം കോടതി ബെഞ്ചിന് മുമ്പാകെ മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. അതേസമയം മതം മാറിയവർക്ക് പട്ടികജാതി ആനുകൂല്യങ്ങൾ ലഭിക്കില്ലെന്ന് മറ്റൊരു കേസിൽ സുപ്രീം കോടതി ഉത്തരവിട്ടു. ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നതിൽ റെയിൽവേ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 72 മണിക്കൂർ മുമ്പ് ക്യാൻസൽ ചെയ്യുന്നവർക്ക് പരമാവധി റീഫണ്ട് ലഭിക്കും. 24 മണിക്കൂർ മുമ്പ് ക്യാൻസൽ ചെയ്യുന്നവർക്ക് 25% ചാർജ് ഈടാക്കും. 8 മണിക്കൂർ മുമ്പ് വരെ 50% ചാർജ് ഈടാക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യസഭയിൽ പ്രസ്താവന നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാഴ്ചയായി തുടരുന്ന യുദ്ധം ലോകത്താകെ ഊർജ്ജ പ്രതിസന്ധിക്ക് ഇടയാക്കുന്നുവെന്നും ഇന്ത്യയിലും ഇത് ആശങ്കയുണ്ടാക്കുന്നുവെന്നും മോദി പറഞ്ഞു. പാർലമെൻറ്റിൽ നിന്ന് സമാധാനത്തിൻ്റെയും സംവാദത്തിൻ്റെയും സന്ദേശം ഒറ്റക്കെട്ടായി പോകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വ്യക്തിത്വ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന നടൻ മോഹൻലാലിൻ്റെ ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ. തൻ്റെ ശബ്ദം, ചിത്രം, സംഭാഷണങ്ങൾ എന്നിവ AI വീഡിയോകളിലും പരസ്യങ്ങളിലും ഉൾപ്പെടെ അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ടാണ് ലാൽ കോടതിയെ സമീപിച്ചത്. യാക്കോബായ ഓർത്തഡോക്സ് സഭാതർക്കം നിലനിൽക്കുന്ന 6 പള്ളികൾ ഏറ്റെടുക്കുവാനുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. പാലക്കാട്, എറണാകുളം ജില്ലകളിലെ പള്ളികളിലാണ് തർക്കം. ഇതോടുകൂടി ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.